സീരിയൽ രംഗത്തും സിനിമയിലും ഒരുപോലെ മികവ് കാട്ടിയിട്ടുള്ള താരമാണ് മഞ്ജു പത്രോസ്. ടെലിവിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം താരത്തിന് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം തന്നെയില്ല. വിവിധ ചാനലുകളിലെ നിരവധി പരിപാടികളിലെ പ്രധാന കഥാപാത്രമായി മഞ്ജു പത്രോസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച കുടുംബമാണ് തൻ്റേതെന്ന് തുറന്നു പറയുകയാണ് താരം ഇപ്പോൾ. അപ്പൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് ഞങ്ങളെ വളർത്തിയത്. ചുമട്ടുതൊഴിലാളിയായിരുന്നു. അതുപോലുള്ള എല്ലാ പണികൾക്കും പോയിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ ഒക്കെ മാറി. അപ്പനും അമ്മയുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ തനിക്ക് സന്തോഷമാണ്. അമ്മയ്ക്ക് ഒരുങ്ങി നടക്കാനൊക്കെ എന്നെക്കാളും ഇഷ്ടമുള്ളയാളാണ്. ഇപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമൊക്കെ ധരിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ സഹോദരൻ അയർലാൻഡിലാണ്. നാത്തൂനും ജോലിയുണ്ട്. താൻ ഇങ്ങനെയുമായി. ഇതിനൊക്കെ പിന്നിൽ അച്ഛൻ്റെയും അമ്മയുടെയും അധ്വാനമാണ് എന്നാണ് മഞ്ജു പത്രോസ് പറഞ്ഞത്. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. അമ്മയെ കണ്ടാൽ ഇപ്പോഴും ചെറുപ്പമാണെന്നും തൻ്റെ ചേച്ചിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു. മഞ്ജുവിൻ്റെ ആദ്യ സിനിമയായ ചക്രത്തിലേക്ക് അഭിനയിക്കുന്നതിനു വേണ്ടി ഇവരുടെ ഡാൻസ് ടീച്ചറായിരുന്നു ഫോട്ടോ അയച്ചു കൊടുത്തത്. സിനിമയിൽ അവസരം കിട്ടിയപ്പോൾ വലിയ അത്ഭുതത്തോടെയായിരുന്നു തന്നോട് പറഞ്ഞത്. പണ്ട് മുതൽ തന്നെ അഭിനയിക്കാനും ഡാൻസ് കളിക്കാനും ഇവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. മഞ്ജു പത്രോസിൻ്റെ അമ്മ പറഞ്ഞതിങ്ങനെ: ചക്രം കൂടാതെ ഉട്ടോപ്യയിലെ രാജാവ്, ഉറുമ്പുകൾ ഉറങ്ങാറില്ല, മഹേഷിൻ്റെ പ്രതികാരം, കമ്മട്ടിപ്പാടം, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, പഞ്ചവർണ്ണ തത്ത, തൊട്ടപ്പൻ, ഭൂതകാലം, ഹെവൻ ക്യൂയിൻ എലിസബത്ത് തുടങ്ങിയ സിനിമകളിലും മഞ്ജു പത്രോസ് വേഷമിട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തന്നെ വിപരീത ഫലമായി ഇപ്പോൾ വളരെയധികം താൻ സന്തോഷത്തിലാണ്. തൻ്റെ കുടുംബം നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞു. നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട്. സമൂഹത്തിൽ നല്ല വിലയുണ്ട്. പണത്തിന് പണം എല്ലാം കൊണ്ടും തികഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് ഒരു വിരാമമായിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു മഞ്ജു പത്രോസ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.